നമസ്കാരം. കർക്കടവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രതീക്ഷയോടെ ഭാരത് മൊബിലിറ്റി ഷോ 2025 എത്തിയിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ലോഞ്ച് എല്ലാവരും കാത്തിരുന്ന ഈ വിക്ടാര, മാരുതി സുസുക്കിയുടെ ഈ വിക്ടാര എന്റെ ബാക്കിലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ വാഹനത്തിന്റെ എല്ലാവിധ വിശേഷങ്ങളും വീഡിയോയിൽ കൊടുക്കുന്നതാണ്. മാരുതി സുസുക്കി അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം എത്തുന്നതും ഹെർടെക് പ്ലാറ്റ്ഫോമിലാണ്. ഹെർടെക് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഈ വിറ്റാര എത്തുന്നത് ഹെർടെക് ഇ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ട് പ്രത്യേകമായി നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് എത്തുന്നത്. ശരിക്കും പൂർണ്ണമായിട്ടും ഇബോൺ SUV തന്നെയാണ് ഇലക്ട്രിക് വിറ്റാര. അപ്പം അതിന്റെ ഹെർടെക് ഇ എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് കൊണ്ട് തന്നെ സുപ്പീരിയർ പെർഫോമൻസ് ഈ SUVക്ക് നൽകാൻ കഴിയും എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. ഈ വിറ്റാരയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ വെർസറ്റൈൽ ക്രൂസർ എന്ന കോൺസെപ്റ്റിലാണ് അവരിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് ഹൈടെക് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്വഞ്ചറിനായിട്ട് ബോൾഡ് ആൻഡ് മസ്കുലിൻ SUV സ്റ്റൈലിംഗ് വന്നിട്ടുണ്ട്. 18 ഇഞ്ച് വലിപ്പത്തിലുള്ള എയറോഡൈനാമിക് അലോയ് വീലാണ് വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. 2 ബാറ്ററി ഓപ്ഷനിലാണ് വാഹനം എത്തുന്നത്. 49 കിലോവാട്ട് അവറിലുള്ള ബാറ്ററിയും 61 കിലോവാട്ട് അവറിലുള്ള ബാറ്ററിയും. ഒറ്റ ചാർജിൽ 500 കിലോമീറ്ററിന് അധികം എന്നാണ് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. റിയൽ ലൈഫ് റേഞ്ച് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും 2 ബാറ്ററി പാക്കിൽ എത്തുന്നു. 61 കിലോവാട്ട് അവറിലുള്ള ബാറ്ററിയുടെ വാഹനത്തിന്റെ ഉയർന്ന റേഞ്ച് സിംഗിൾ ചാർജിൽ 500 കിലോമീറ്റർ ആണെന്നാണ് വാഹന നിർമ്മാതാക്കൾ ലോഞ്ചിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഡിസ്പ്ലേ സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്വിൻ ഡെക്ക് ഫ്ലോട്ടിംഗ് കൺസോൾ വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ കോക്പിറ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാവുന്ന അതിമനോഹരമായിട്ടുള്ള ഇന്റീരിയറിൽ ഡാഷ്ബോർഡ് ഡിസൈൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊന്ന് ഏറ്റവും രസകരമായിട്ട് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞു, ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഏത് വാഹന നിർമ്മാതാക്കൾ നൽകും എന്നാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. 10 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് മാരുതി സുസുക്കിയുടെ ഈ വിറ്റാരയിൽ വന്നിരിക്കുന്നത്. ഈ സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാം, റിക്ലൈൻ ചെയ്യാം. ഡ്രൈവറുടെ സീറ്റുകൾക്ക് മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ, കോ ഡ്രൈവറുടെ സീറ്റുകൾ എന്ന് അവർ പറയുന്നില്ല. അതുപോലെ തന്നെ പ്രീമിയം സൗണ്ട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഹാർമൻ കാർഡിന്റെ സൗണ്ട് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 എയർ ബാഗുകൾ വരുന്നു. അപ്പൊ 7 എയർ ബാഗുകൾ, സാധാരണ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. അതുക്കും മേലെ എന്ന് പറഞ്ഞിട്ട് 7 എയർ ബാഗുകൾ. അത് ഡ്രൈവറുടെ സൈഡ് നീ എയർ ബാഗ് ആണ്. അത് സ്റ്റാൻഡേർഡ് അക്രോസ് ദ റേഞ്ച് എന്ന് പറയുന്നു. എല്ലാ റേഞ്ചിലും, അതായത് എല്ലാ വേരിയന്റുകളിലും 7 എയർ ബാഗുകൾ മാരുതി സുസുക്കിയുടെ ഈ വിറ്റാരയിൽ വരുന്നു. ലെവൽ 2 അഡാസ് സൗകര്യങ്ങളാണ് ഈ വാഹനത്തിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ജനറേഷൻ സുസുക്കി കണക്ട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 60 ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. അതേപോലെ അഡ്വാൻസ് സ്ട്രക്ചറൽ ഡിസൈൻ വിത്ത് എനർജി അബ്സോർബിംഗ് ബാറ്ററി പാക്ക് മൗണ്ടിംഗ് സ്ട്രക്ചർ ഇതിനകത്തേക്ക് എത്തുന്നു. മറ്റൊന്ന് E4Me എന്ന ഒരു ടാഗ് ലൈൻ ആണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. E4Me എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ഇലക്ട്രിക് എക്കോ സൊല്യൂഷൻസ്. ഇതിനകത്തേക്ക് നമ്മൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും എന്നുള്ള ഒരു വലിയ കാര്യമാണ് മാരുതി സുസുക്കി കൊണ്ടുവരുന്നത്. മാരുതി സുസുക്കി ഏകദേശം 1000-ലധികം ചാർജിംഗ് സ്റ്റേഷൻസ് ആണ് തുടക്കത്തിൽ തന്നെ ഇന്ത്യയിലുടനീളം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചാർജിംഗ് സ്റ്റേഷൻസ് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ 1500-ലധികം EV എനേബിൾഡ് സർവീസ് സ്റ്റേഷൻസും അവർ കൊണ്ടുവരുന്നു. അപ്പോൾ EV വാഹനങ്ങൾ ഏറ്റവും മികച്ചതാകാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടി കൊണ്ടുവന്നാൽ മാത്രമേ ജനങ്ങളുടെ മധ്യത്തിലേക്ക്, അതായത് E4Me, E4 everyone എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ഒരു ടാഗ് ലൈനിലൊക്കെ തന്നെ അവർ കൊണ്ടുവരുമ്പോൾ അത്രയ്ക്കും വൈഡായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഇലക്ട്രിക് വാഹനത്തിന് വേണ്ടിയിട്ട് വേണം എന്ന് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന് അറിയാം. അതുകൊണ്ട് തന്നെ അവരതെല്ലാം കൊണ്ടുവരുന്നു. E4Meയിൽ അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്മാർട്ട് ഹോം ചാർജർ ഉണ്ട്, അതിന് റിമോട്ട് ആക്സസ് ഉണ്ടാകും. പ്ലഗ് ആൻഡ് പ്ലേ ഫാസ്റ്റ് DC ചാർജർ MSL, അതായത് മാരുതി സുസുക്കി ഡീലർഷിപ്പിൽ ഉണ്ട്. E4Me ആപ്പ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. മൾട്ടിപ്പിൾ ചാർജിംഗ് നീഡ്സിന് മാരുതി സുസുക്കിയുടെ E4Me ആപ്പ് ഉപയോഗിക്കാം. കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് എല്ലായ്പ്പോഴും ഒരു EV കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം എത്ര ചാർജിംഗ് സ്റ്റേഷൻസ് ഉണ്ട്, എത്ര സർവീസ് സ്റ്റേഷൻസ് ഉണ്ട് എന്നൊക്കെയുള്ളതാണ്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞിരുന്നു 1500 EV എനേബിൾഡ് സർവീസ് ഔട്ട്ലെറ്റ്സും 1000 സിറ്റികളിലായിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച് ലോകത്തിലേക്ക് നൽകുകയാണ് ഈ വിറ്റാര. ഈ വിറ്റാര അത്തരത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം. ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. ഈ വിറ്റാര വേൾഡ് ക്ലാസ് EV ആണ്. അതുകൊണ്ട് തന്നെ 100 ഗ്ലോബൽ മാർക്കറ്റിലേക്കാണ് ഇത് പോകുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗ് ലൈനിൽ ഇവിടെ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഒരു വാഹനം 100-ലേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ശരിക്കും ഗ്ലോബൽ
ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും ഈ വാഹനം എത്തുന്നതെന്ന് പറയാം. ഈ വാഹനത്തിന് മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാ വാഹനങ്ങളുടെയും ടെസ്റ്റിങ് അല്ലെങ്കിൽ അതിന്റെ സേഫ്റ്റി ഇതൊക്കെ നമ്മൾ ഭയങ്കര പ്രാധാന്യത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ടു സ്നോയിൽ ടെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. മഞ്ഞ് മുതൽ മണലിലെ ചുട്ടുപൊള്ളുന്ന ചൂടിലും മഞ്ഞിലെ അതിതീവ്രമായ തണുപ്പിലും ഒക്കെ തന്നെ എക്സ്ട്രീം ടെമ്പറേച്ചർ കണ്ടീഷൻസിലെല്ലാം തന്നെ ലോകത്തിൽ ഉടനീളം അവർ ഇത് ചെക്ക് ചെയ്തു. അപ്പോഴും വാഹനത്തിന്റെ പെർഫോമൻസിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. 100-ലേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു ഇലക്ട്രിക് വാഹനം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ അവർ എല്ലാ രാജ്യങ്ങളിലും വെച്ചും ഇത് ടെസ്റ്റ് ചെയ്തു എന്നുകൂടി അവകാശപ്പെടുന്നുണ്ട്. ഈ വാഹനത്തിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷനെ കുറിച്ചിട്ട് പറയാം. ഒരു ബോൾഡ് ഇലക്ട്രിക് SUV എന്ന് തീർച്ചയായും തോന്നുന്ന രീതിയിലാണ് വാഹനത്തിന്റെ ഒരു ലുക്കും ഇതും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഡയമെൻഷനെ കുറിച്ചിട്ട് പറയാം. ഇതിന്റെ നീളം 4275 mm ആണ്, വീതി 1800 mm, ഹൈറ്റ് 1640 mm, വീൽ ബേസ് 2700 mm. അതായത് വീതിയേറിയ ഒരു വാഹനം, ഒരു ഫാമിലി ഇലക്ട്രിക് SUVക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തെ കണ്ടു. മിനിമം ഇതിന്റെ ടേണിംഗ് റേഡിയസ് 5.2 മീറ്റർ ആണ്. ടയർ സൈസ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, 18 ഇഞ്ച് അലോയ് വീലാണ് ഇതിനകത്തേക്ക് വരുന്നത്. ബാറ്ററിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി വരുന്നു. ഇതിന്റെ ടൈപ്പ് പെർമനന്റ്. മോട്ടറിന്റെ പവർ 105.8 kW ആണ്. 2 തരം ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ 2 പവറും നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും. അപ്പോൾ അതിന്റെ ഉയർന്ന ബാറ്ററിക്കിൽ വരുന്നത് 128 kW ആണ് അതിന്റെ മാക്സിമം പവർ. ഇതിന്റെ ടോർക്ക് 192.5 ന്യൂട്ടൺ മീറ്റർ ആണ്. വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കുകളാണ് ഇതിന്റെ ഫ്രണ്ടിലും റിയറിലുമായിട്ട് വരുന്നത്.